ترتيل للذكر والتنزيل شيبا شبانا وفتيانا شيبا شبانا وفتيانا അൽ-അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് മുഹമ്മദ് ഷബീർ, തിരുവനന്തപുരം. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين قال فيها تحيون وفيها تموتون ومنها تخرجون يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. വഅലൈക്കും അസ്സലാം. ഷബീർ, അതെ, ചുണ്ടിലെ പുഞ്ചിരി ആത്മവിശ്വാസത്തിൻ്റെതാണല്ലേ? അതെ, തീർച്ചയായും അടുത്ത റൗണ്ടിലേക്ക് വരും, എത്തും ഇൻഷാ അല്ലാഹ്. ജഡ്ജിനോട് ചോദിക്കാം നമുക്ക്. അതെ, ഉസ്താദ് സുബൈർ അൻവരി. ഷബീർ, നിങ്ങൾക്ക് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി പാരായണം ചെയ്ത സൂറത്തും ആ ഭാഗവും ഓർമ്മയുണ്ടല്ലോ? അതെയുണ്ട്. പാരായണത്തിന് ശേഷം ഇവിടുന്ന് സൂചിപ്പിച്ച കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ? അതെ, ഓർമ്മയുണ്ട്. ആ ഭാഗം എന്ന് മാത്രമല്ല, ആ കാര്യങ്ങൾ എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഉടനീളം അതിൻ്റെ ആദ്യാവസാനം വരെ പാരായണം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇബാദത്തുകളിലാണെങ്കിലും അല്ലെങ്കിലും ഖുർആൻ പാരായണം തന്നെ ഇബാദത്താണ്. മാത്രമല്ല, ഖുർആൻ പാരായണം കേൾക്കലും ഇബാദത്താണ്, ഖുർആനിലേക്ക് നോക്കൽ പോലും ഇബാദത്താണ്. അപ്പോൾ ആ ഖുർആൻ പാരായണത്തിൽ എത്രമാത്രം സൂക്ഷ്മത പാലിക്കേണ്ടി വരും എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിച്ചാൽ മനസ്സിലാകും. എന്നുള്ള നിലക്ക് ആ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഖുർആനിൽ മുഴുവനും തജ്വീദിന്റെ നിയമങ്ങൾ പരമാവധി പഠിച്ച് പാലിച്ച് അത് ഖുർആൻ പാരായണത്തിൽ കൊണ്ടുവരണം, കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന അപേക്ഷയോടുകൂടി അടുത്ത ചാൻസിലേക്ക് നിങ്ങൾക്കും അവസരം ഉള്ളതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാ അൽഫമറ. പടച്ചോന് സ്തുതി അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയുള്ള റൗണ്ടുകൾ വളരെ ആവേശത്തോടെ, ഉന്മേഷത്തോടെ, ഊർജ്ജസ്വലനായി മുന്നോട്ടു പോകാൻ പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽ-അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് മുഹമ്മദ് നഈം.